നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരു പാവം ഓട്ടോ ഡ്രൈവറെ കൂടി മരണത്തിലേക്ക് തള്ളിവിട്ടു കേരളത്തിലെ ചില ക്രൂരന്മാരായ പോലീസുകാർ ചേർന്ന്. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുക എന്നത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അപമാന ഭാരത്താൽ വീടിന് പുറത്തിറങ്ങാൻ നിവൃത്തിയില്ലാതെ അഞ്ചൽ സ്വദേശിയായ രതീഷ് ആത്മഹത്യ ചെയ്തു. ഈ പാവം ഒരു ഓട്ടോ തൊഴിലാളിയായിപ്പോയി എന്നതാണ് അയാളുടെ ഏക കുറ്റം. 2014 അഞ്ചൽ നഗരത്തിൽ ഓട്ടോ ഓടിച്ചിരുന്ന രതീഷിനെ അഞ്ചൽ ടൗണിലെ ഒരു മെഡിക്കൽ സ്റ്റോറിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ചെയ്യാത്ത കുറ്റം ഏറ്റുപറയിക്കാൻ വേണ്ടി പോലീസ് ഈ യുവാവിനെ അതിക്രൂരമായ മർദ്ദനമുറയ്ക്ക് വിധേയനാക്കി. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി കോടതിയിൽ ഹാജരാക്കിയ ഈ നിരപരാധിയെ റിമാൻഡ് ചെയ്തു. മാസങ്ങളോളം ഒരു കുറ്റവും ചെയ്യാതെ രതീഷ് ജയിലിൽ കിടന്നു. ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തിയിരുന്ന ഈ പാവത്തിന്റെ കുടുംബം പട്ടിണിയായി. കള്ളനെന്ന് മുദ്രകുത്തി ജയിലിൽ കിടക്കുന്ന ഈ കുടുംബത്തെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൈയൊഴിഞ്ഞു. ജീവിതത്തിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഈ പാവത്തിന്റെ ഭാര്യയും പിഞ്ചുമക്കളും അനുഭവിച്ച അപമാനം, വേദന, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ദയനീയ അവസ്ഥ. 2020 തിരുവനന്തപുരം കാരക്കോണം സ്വദേശിയായ ഒരു പെരുംകള്ളനെ മറ്റൊരു മോഷണക്കേസിൽ പിടികൂടി ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് പഴയ മെഡിക്കൽ സ്റ്റോർ മോഷണം നടത്തിയത് അയാളാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാക്കിയ കോടതി രതീഷിനെ മോചിപ്പിച്ചു. അപ്പോഴേക്കും പോലീസിന്റെ ശാരീരിക പീഡനത്താൽ ഈ ചെറുപ്പക്കാരന്റെ ആരോഗ്യം ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത വിധം മോശമായിരുന്നു. കേസ് നടത്തി എല്ലാ പണവും നഷ്ടമായി. ജനിച്ചു വളർന്ന നാട്ടിൽ കള്ളൻ എന്ന പേരും. താൻ ജീവൻ എടുക്കുന്നതോടെ മക്കളും ഭാര്യയുമെങ്കിലും ഈ അപമാനത്തിൽ നിന്നും ഒഴിവാകും എന്ന് വിശ്വസിച്ച ഈ പാവം മനുഷ്യൻ ക്രൂരതയുടെ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി. രതീഷിനെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ ഒരു ചടങ്ങിന് വേണ്ടി അന്വേഷണങ്ങൾ നടക്കുന്നു. പോലീസുകാർക്കെതിരെ പോലീസുകാരുടെ അന്വേഷണം. നമുക്കറിയാമല്ലോ, ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത രതീഷ് ഈ കള്ളക്കേസിന് പ്രതിഷേധമായി നൽകിയത് സ്വന്തം ജീവൻ. ഒരു കുടുംബം കൂടി അനാഥമായി. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.